ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഗായ്സ് ഇന്നലെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഇന്നലെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടില്ല. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വർക്കുണ്ട്, ഞാൻ പോയിട്ടില്ല. ചെക്കന്മാരുണ്ട് അവിടെ. അപ്പോൾ ഇന്നൊക്കെ മക്കളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കും. എനിക്ക് സുഖം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പം എല്ലാം ഇങ്ങനെ എണീച്ചിട്ടുള്ളൂ. ഗായ്സ് ഒരു കല്യാണം ഉണ്ട്, ചെറിയ ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് ആയിട്ടൊന്നുമില്ല. ഞാൻ കിട്ടിയ ഷർട്ട് എടുത്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണത്തിന് പോകണമെന്നുണ്ട്, വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. പിന്നെ വീട്ടിൽ ഉമ്മല്ല കേട്ടോ. ഗൈസ് പിന്നെ നോക്ക്, നമ്മളന്ന് തൊട്ടിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങി. ഗൈസ് മൊത്തം കയറാൻ തുടങ്ങി, ഒക്കെ മാറ്റാനായിട്ടോ. ഇതൊക്കെ കയറി പൊളിയാൻ തുടങ്ങിങ്ങനെ, ഒക്കെ മാറ്റണഞ്ഞ്. പിന്നെ ഉമ്മ മൂത്ത മാമൻ്റെ വീട്ടിൽ പോയിക്കുക. ഇനിയിപ്പോൾ ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതെങ്ങനെ എണീച്ച് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം പതിവ് ചായ കുടിക്കണം. അപ്പോൾ എന്തായാലും മക്കളെ, ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ അല്ല ഗൈസ്, ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അല്ലാത്ത ദിവസത്തെ വ്ളോഗായിരിക്കും ഗൈസ്. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ കടന്നു പോകണം വീട്ടിൽ, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ചോറ് കൂട്ടാനൊക്കെ വെക്കണം. നമ്മൾ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്താ പാടെന്ന് അറിയില്ല. അടുക്കളയിൽ കയറിയിട്ടില്ല, ചായ മാത്രം എടുത്തിട്ട് ഇങ്ങനെ വന്നാൽ. ഇനിയിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ആക്കെ റെഡിയാക്കണം. നല്ല ഉച്ചയ്ക്ക് ഉപ്പുണ്ട് ഇവിടെ, ഇക്കാക്ക് വർക്കുണ്ട്. ഞാൻ പിന്നെ പിള്ളേരെല്ലാം കൊണ്ട് ഞാൻ പോയിട്ടില്ല. പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് പോകണം. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോകാറുണ്ടാണ്. നോക്കട്ടെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ എല്ലാം ശരിയാക്കണം ഗൈസ്. സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, സൗണ്ട് മാറിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. നമ്മുടെ പരിപാടിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കല്യാണത്തിന് ഞാൻ പോയില്ല, ഞാൻ കുറച്ച് പരിപാടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് പോയില്ല. ഫുഡ് കഴിച്ചില്ല ഗൈസ്. നമ്മളല്ലാതെ നമ്മളിവിടെ കലങ്കോലായിരിക്കും കേട്ടോ, ആരൊന്നും വിചാരിക്കരുത്. നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്, ചോറ് ചൂറ്റിട്ട് പോയിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, കോഴിമുട്ടക്കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ അലങ്കോലായി കിടക്കുകയാണ്, ആരൊന്നും വിചാരിക്കരുത്. വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. എന്താണ് ചിലപ്പോൾ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെയൊക്കെ വരുള്ളൂ തോന്നുന്നു. എനിക്ക് വൈകിട്ട് ഒരു എയർപോർട്ട് പോകണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. വൈകിട്ട് പറഞ്ഞാൽ ഒരു 4-5 മണിക്ക് കൂട്ടുകാരൻ പോകണം. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ പോകണം. അപ്പോൾ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ ആദ്യം പ്ലേറ്റ് തപ്പണം. പ്ലേറ്റ് വെച്ചിട്ട് നോക്കട്ടെ. അങ്ങനെ പ്ലേറ്റൊക്കെ കഴിയുള്ളൂ. ഇന്നലത്തെ ചോറ് ഇരിക്കുന്നുണ്ട് ഇവിടെ, നമുക്ക് അതെടുത്താലോ എന്ന് ഞാനങ്ങനെ ആലോചിക്കണം. ഇന്നലത്തെ ചോറ് ഇരിക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് തണുത്ത ചോറ, ഇത്ര ഞാൻ കഴിക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ചോറ് മാത്രം എടുക്കാം. കുറച്ച് ചോറായിക്കോളൂ ഗൈസ്. ഞാൻ ചോറ് എടുക്കട്ടെ കേട്ടോ, ചോറ് എടുത്തിട്ട് കാണിച്ചാ ഗൈസ്. മറ്റേത് പറഞ്ഞാൽ അമ്മ ചോറ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളാണ് കുറച്ച് ചോറ് എടുത്തോളൂ ഗൈസ്. കുറച്ച് ചോറായിക്കോളൂ. ഇപ്പോൾ കോഴിമുട്ടക്കറി ഉണ്ട്. ഇപ്പോൾ കോഴിമുട്ടക്കറി അധികം കറിയൊന്നും വേണ്ട, അത്രയായി മതി. ഓവറായി പറ്റില്ല. മിക്ക കഴിച്ചോളൂ, ഇനിയിപ്പോൾ കഴിക്കാണ്ട് അതിനകത്തേക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ചോറ്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ എവിടെ ഇരുന്നാലും ചോറ് കഴിക്കും. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ കാണാം ഗൈസ്, അത് നല്ലത്. ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി പരിപാടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോകാറില്ല കേട്ടാ എയർപോർട്ടിലോട്ടുള്ള യാത്ര ഗൈസ്. ഔട്ട്ഫിറ്റ് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ബാഗ് പാൻ്റൊക്കെ എടുത്തിട്ട് പോകുന്നത് ഗൈസ്. പോകാൻ വേണ്ടി ഫ്രഷ് 4 മണിക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ചെക്കന്മാർ മൊത്തം 1, 2, 3 ആൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ മൊത്തം 4 ആൾ. ഇവിടുന്ന് മൊത്തം 5 ആളാണ് പോണത്. അപ്പോൾ 2 ആൾ അവിടെ ഉണ്ട്, പോണ്ടവനും അവൻ്റെ ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ വേറെ ഒരുത്തിനെ പോയി എടുക്കണം, പിന്നെ ഒരുത്തിനെ പോണ വഴിക്ക് എടുക്കണം. എന്തായാലും ഞാൻ വണ്ടി എടുക്കട്ടെ. എന്തായാലും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ക്ലാസ്സും ഡ്രസ്സും ഔട്ട്ഫിറ്റും എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്, എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് പൈസ അവനോട് ആക്കിയിട്ടോ. ഞങ്ങൾ അവനോട് ആക്കിയിട്ട് ഫുള്ള് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അവനോട് ആക്കി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. അപ്പം ഇനി നേരെ നാട്ടിലോട്ട് വെച്ചിട്ട് ഗൈസ് ലൈറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. എന്നാലും നാട്ടിലോട്ട് പോട്ടെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്